Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മനോഹർ ജുവലറീസ് ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ. അറേബ്യൻ ജ്വല്ലേഴ്സ്, പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിവള്ളൂർ സമരം 70-ാം വാർഷികാചരണത്തിന് സമാപന പൊതുസമ്മേളനം CPI പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം TD രാമകൃഷ്ണൻ സമർപ്പിച്ചു. കേസരി നായനാർ കാലത്തിന് മുൻപേ നടന്ന സാഹിത്യകാരനെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം. SFIയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ റാഗിംഗ് വിരുദ്ധ കൂട്ടായ്മ. കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളെ പട്ടിണിക്കിടുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ FCIയിലേക്ക് മാർച്ചും ധർണയും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പൊലിമയേകാൻ അപ്പൂപ്പൻ വേഷങ്ങൾ സജീവമായി. വാർത്തകൾ വിശദമായി. കരിവള്ളൂരിനെ ചുവപ്പണിയിച്ച് കരിവള്ളൂർ സമരം 70-ാം വാർഷികാഘോഷങ്ങൾക്ക് പരിസമാപ്തി. സമാപന പൊതുസമ്മേളനം CPI പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഷികാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 1 മുതൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കരിവള്ളൂരിന്റെ ധീരരക്തസാക്ഷികൾ വെടിയേറ്റ് വീണ കുണിയൻ സ്മാരക സമീപത്തു നിന്ന് ചുവപ്പ് വളണ്ടിയർ മാർച്ച് കരിവള്ളൂരിനെ ചുവപ്പണിയിച്ച് AV സ്മാരക സ്കൂൾ ഗ്രൗണ്ടിലെത്തി. തുടർന്ന് കരിവള്ളൂരിന്റെ ചരിത്രത്തിൽ തന്നെ പുത്തനധ്യായം എഴുതിച്ചേർത്ത് പടുകൂറ്റൻ ബഹുജന പ്രകടനം റെഡ് വളണ്ടിയർ മാർച്ചിനൊപ്പം സംഗമിച്ച് കരിവള്ളൂർ ദേശീയപാത വഴി പാലക്കുന്നിലേക്കെത്തി. അവിടെ നിന്ന് തിരിച്ച് സമ്മേളന നഗരിയായ രക്തസാക്ഷി നഗറി പ്രകടനം സമാപിച്ചു. തുടർന്ന് ഗായിക PK മേദിനിയുടെ വിപ്ലവഗാനത്തോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത്. ദാരിദ്ര്യത്തിന് രേഖ വരച്ച് വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ വീരകേരളത്തിന്റെ രോമാഞ്ചങ്ങളെ. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 70th anniversary of the Karivallur struggle, and on the occasion of the Karivallur struggle was a historic landmark in the history of the communist movement in Kerala. EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. CS സുജാത, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, ശ്രീകൃഷ്ണൻ MLA, പ്രസാദ്, K കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, GD നായർ, TI മധുസൂദനൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മൂന്നാമത് കേസരി സ്മാരക സാഹിത്യ പുരസ്കാര വിതരണം മാതമംഗലത്ത് നടന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണനിൽ നിന്നും TD രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലാണ് T രാമകൃഷ്ണനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മലയാളത്തിന്റെ ആദ്യ ചെറുകഥാകൃത്ത് കേസരി വേങ്ങയിൽ നായനാരുടെ പേരിൽ ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയതാണ് അവാർഡ്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക എന്ന നോവലിനാണ് ഈ വർഷം അവാർഡ് നൽകിയത്. 25,000 രൂപ ക്യാഷ് അവാർഡും KKR വെങ്ങര രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം മാതമംഗലത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനിൽ നിന്നും കഥാകൃത്ത് TD രാമകൃഷ്ണൻ ഏറ്റുവാങ്ങി. മറവി രോഗം സമൂഹത്തിന് ബാധിച്ചാൽ ആ സമൂഹം മുഴുവൻ അങ്ങനെയായി മാറും. അങ്ങനെ നമ്മളെ മറവി രോഗത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ആ സാംസ്കാരിക മറവി രോഗത്തെ പ്രതിരോധിക്കുവാനും ഭാഷയുടെയും
സംസ്കാരത്തിൻ്റെയും ഊർജം നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ജാഗ്രതയാണ് ഇന്ന് ലോകത്തെ എല്ലാ സമൂഹങ്ങളും സ്വീകരിക്കേണ്ട ഒരു കാര്യം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊന്നും വേണ്ട എന്ന് ഇന്ന് മൂലധനം തീരുമാനിച്ചെങ്കിൽ ലോകത്തെവിടെയാണോ ഊർജത്തിൻ്റെ ഉറവിടങ്ങളായ ഖനികളുള്ളത് അത് ഞങ്ങൾ എടുത്തോളാം. നല്ല പശുമയാർന്ന കൃഷിയിടങ്ങൾ ലോകത്തെവിടെയാണുള്ളത്. സമൂഹം ഇന്ന് സാംസ്കാരിക മറവി രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ മനുഷ്യനായി കാണാൻ നാം മറന്നുകൊണ്ടിരിക്കുന്നു. പ്രതികരണ മനോഭാവം നാം മറക്കുന്നു. ഇത്തരം കാലഘട്ടത്തിലാണ് വേങ്ങയിൽ കേസരി നായനാരെ പോലെയുള്ള എഴുത്തുകാരുടെ പ്രസക്തിയേറുന്നത്. ഇന്നത്തെ കാലത്തെ പോലെ ഒരു സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ ഹാസ്യത്തിന്റെ കൂരമ്പുകൾ അഴിച്ചുവിട്ട കഥാകൃത്താണ് കേസരി നായനാരെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ കാലത്തിന് മുമ്പേ നടന്ന എഴുത്തുകാരനാണ് വേങ്ങയിൽ കേസരി നായനാരെന്നും അദ്ദേഹം പറഞ്ഞു. പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഭാഗമായി കോളേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ കഥാരചനാ മത്സരത്തിൽ വിജയികളായ തസ്നീം, VN ജിഷ്ണു, V ബാബു, അശ്വതി PP എന്നിവർക്കുള്ള ഉപഹാരം കല്യാശ്ശേരി MLA TV രാജേഷ് വിതരണം ചെയ്തു. പയ്യന്നൂർ MLA C കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പുരസ്കാര സമിതി ചെയർമാനുമായ C സത്യപാലൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വെച്ച് കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട EP രാജഗോപാലൻ, കേരള ലളിതകലാ അക്കാദമി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട PV ബാലൻ എന്നിവരെ ആദരിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ, KV ഗോവിന്ദൻ, K പത്മനാഭൻ, KT പ്രഹ്ലാദൻ, MV പുരുഷോത്തമൻ, വേങ്ങയിൽ ഇന്ദിര എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ K പ്രിയേഷ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതിയങ്ങാടി നീരൊഴുക്കും ചാലിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സൺഷെയ്ഡ് തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തൊഴിലാളി പ്രശാന്ത് പനേനെ മംഗലാപുരത്തും സോഫിയ ഡാനിയലിനെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുതിയങ്ങാടി നീരൊഴുക്കുംചാലിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സൺഷെയ്ഡ് തകർന്ന 2 പേർക്ക് പരിക്ക്. നിർമ്മാണ തൊഴിലാളികളായ പ്രശാന്ത് പനയൻ, സോഫിയ ഡാമിയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സൺഷെയ്ഡ് പൂർണ്ണമായും തകർന്നു. പഞ്ചായത്തിന്റെ IAY പദ്ധതി പ്രകാരം CH റഹ്മത്തിന് നിർമ്മിക്കുന്ന വീടിന്റെ സൺഷെയ്ഡാണ് തകർന്നത്. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവസ്ഥലം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദിയും പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു. പരിക്കേറ്റവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ പറഞ്ഞു. 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഉണ്ട്. ഒരാൾ മംഗലാപുരം ഹോസ്പിറ്റലിൽ കാലിനും തലയ്ക്കും പരിക്കേറ്റിട്ടും, അതുപോലെ മറ്റൊരാൾ ഒരു വനിതാ തൊഴിലാളിയാണ്, കോൺവെൻറ്റിലുമാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്ത് ഇതിനാവശ്യമായിട്ടുള്ള അവരുടെ ചികിത്സക്കാവശ്യമായിട്ടുള്ള ധനസഹായം നൽകിക്കൊണ്ടും സഹായം നൽകുമെന്ന്. മാടായി പഞ്ചായത്ത് സെക്രട്ടറി B അബ്ദുൽ ഫത്താഹ്, ECP നൌഷാദ്, VO ഷീന, TK ഹമീദ്, റഷീദ ഒടിയിൽ, U ആയിഷ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ CPI നടത്തുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തുടർന്ന് ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിലും CPM നടത്തുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ജനകീയ കോടതിയിൽ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന കൗൺസിൽ അംഗം T കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ RSS കണ്ണൂർ വിഭാഗ കാര്യകാരി K സജീവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും സമാധാന യോഗം നടക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ സമാധാന യോഗത്തിൽ പോയിരുന്നിട്ട് ഒന്നും പറയാതെ ചായ കുടിച്ചു പിരിഞ്ഞ നിരവധി സമാധാന യോഗം കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സമാധാനം തകർത്തതാരാണ്? കണ്ണൂരിൽ സമാധാന അന്തരീക്ഷം തകർത്തതാരാണ്? എന്തായിരുന്നു സാഹചര്യം? നമുക്കറിയാം, 2013 ഡിസംബർ മാസം 1-ാം തീയതിയാണ് 3.5 വർഷക്കാലം നിലനിന്ന സമാധാനം കണ്ണൂരിൽ തകർന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അധികാരത്തിന്റെ ബലത്തിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും കൊള്ളിവെപ്പ് നടത്തുമ്പോൾ പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K സജീവൻ അഭിപ്രായപ്പെട്ടു. RSS കണ്ണൂർ വിഭാഗ കാര്യകാരി സദസ്യൻ KB പ്രജിൽ മുഖ്യപ്രഭാഷണം നടത്തി. K രാജൻ സ്വാഗതവും A രാജീവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് എന്ന് സ്വന്തം അമ്മ എന്ന കണ്ണൂരിന്റെ അക്രമങ്ങളുടെ നേർചിത്രം വരച്ച് കാണിക്കുന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിലെ ഓവുചാൽ നിർമ്മാണം പുരോഗമിക്കുന്നു. 3 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന റോഡ് വികസനത്തിനായി കച്ചവട ഉടമകളുടെ സഹകരണവും എടുത്തു പറയേണ്ടതാണ്. കെട്ടിടത്തോട് ചേർന്നാണ് ഓവുചാൽ നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമാകും.
പയ്യന്നൂർ നഗരത്തിലെ ഓവുചാൽ പ്രശ്നത്തിന് ശാപമോശമാകുന്നതോടൊപ്പം പരമാവധി റോഡ് വികസനവും ലക്ഷ്യം വെച്ചുള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. പയ്യന്നൂർ സെൻട്രൽ ബസാർ മുതൽ നാരങ്ങാത്തോട് വരെയും മറുഭാഗത്ത് പുനർനിർമ്മാണം നടത്തിയതിന്റെ ബാക്കിയുള്ള പഴയ ബസ് സ്റ്റാൻഡ് മുതൽ നാരങ്ങാത്തോട് വരെയുമുള്ള 2 കിലോമീറ്ററോളമുള്ള ഓവുചാലുകളുടെ നിർമ്മാണത്തോടൊപ്പം റോഡ് വികസനവും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പരമാവധി സ്ഥലം റോഡിനായി ഉപയോഗിക്കുന്ന തരത്തിൽ വ്യാപാരികളുടെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് നിലവിലുള്ള കെട്ടിടങ്ങളോട് ചേർന്നുള്ള പുതിയ ഓവുചാലിന്റെ നിർമ്മാണം നടക്കുന്നത്. 3 പതിറ്റാണ്ടോളം 1 ഇഞ്ച് പോലും വികസിപ്പിക്കാൻ പറ്റാതിരുന്ന റോഡിന് ചില സ്ഥലങ്ങളിൽ 5 മീറ്റർ വരെ വീതി കൂട്ടുവാൻ നടപടി മൂലം സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പെരുമ്പ മുതൽ സെൻട്രൽ ബസാറിന് സമീപം വരെ മുമ്പ് മെക്കാഡൻ ടാറിംഗ് നടത്തിയിരുന്നു. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലം വരെയുള്ള ശേഷിച്ച ഭാഗങ്ങളുടെ മെക്കാഡൻ ടാറിംഗും ഓവുചാൽ നിർമ്മാണം കഴിഞ്ഞ ഉടൻ ആരംഭിക്കും. മെക്കാഡൻ ടാറിംഗിനും ഓവുചാൽ നിർമ്മാണത്തിനുമായി 3 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിട്ടില്ലെങ്കിൽ ടാറിംഗ് ഉൾപ്പെടെ ജനുവരി അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് PWD അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ റേഷൻ സമ്പ്രദായ അട്ടിമറിയിലും മോദി സർക്കാർ ഭക്ഷ്യസുരക്ഷാ നിയമം അട്ടിമറിയിലും പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ FCI ഗോഡൌണിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് സതീശൻ പാച്ചീനയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പയ്യന്നൂർ അമ്പലത്തിന്റെ പരിസരത്തു നിന്നും ഗോഡൌണിലേക്ക് പ്രകടനം നടന്നു. കേരളത്തിലെ പൊതുവിതരണം അട്ടിമറിച്ചുകൊണ്ട് റേഷൻ സംവിധാനം താറുമാറാക്കിക്കൊണ്ട് കേരള ജനതയെ പട്ടിണിക്കിട്ടുകൊണ്ട് എല്ലാം ശരിയാക്കിയ പിണറായി സർക്കാർ നെല്ലിനു വേണ്ടി ഒരു ജനത നടത്തിയ ഐതിഹാസിക സമരമാണ് കരിവെള്ളൂർ സമരം. ഈ സമരത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി കേരളത്തിലെ ഇന്നത്തെ ജനതയോട് സമാനമായ ക്രൂരത കാട്ടുന്നത്. കേരളത്തിലെ സാധാരണക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഉത്തരവിനായാണ് കാത്തിരിക്കുന്നത്. FCI ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന അരി ജനങ്ങൾക്ക് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ മാത്രം മതിയെന്നിരിക്കെയാണ് തികഞ്ഞ ഏകാധിപതിയെപ്പോലെ പിണറായി വിജയൻ കേരളത്തിലെ റേഷൻ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്നത്. സതീശൻ പാച്ചേനെ കുറ്റപ്പെടുത്തി ഭരിക്കുന്ന വകുപ്പിനെക്കുറിച്ച് എട്ടും പൊട്ടും തിരിയാത്തവരുടെ സംഘമായി കേരളത്തിലെ മന്ത്രിസഭ അധപ്പതിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ FCI ഗോഡൌണിൽ തന്നെ 27,000 മെട്രിക് ടൺ അരി കെട്ടിക്കിടക്കുന്നു. ഇവിടെ മാത്രമല്ല, ഇന്നലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലും നമ്മുടെ മുഖ്യധാര പത്രങ്ങളിൽ ഇന്നും അതിനെല്ലാം വിശദാംശങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തെ ഏതാണ്ട് 14,305 റേഷൻ കടകൾ, ആ റേഷൻ കടകളിൽ ഇന്ന് അരിയില്ല. 5 ഗ്രേഡാണ് ഇപ്പോൾ ജനങ്ങൾക്ക് അരി കൊടുക്കാൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. 5 ഗ്രേഡാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ APL-ഉം BPL-ഉം മറ്റു വിവിധ ഗ്രേഡുകളൊക്കെ ഉണ്ട്. BPL-കാർക്ക് മുൻപ് കൊടുത്തുകൊണ്ടിരുന്നത് 25 കിലോ, ഇന്നിപ്പോൾ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് കേവലം 4 കിലോ. APL-കാർക്ക് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 1 കിലോ. കേവലം 2000 ടൺ അരി മാത്രമാണ് ഇന്ന് ഈ ഗോഡൌണിൽ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞു. ഈ മാസത്തേക്കുള്ള വിഹിതമാണ്. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, MK രാജൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, ലളിത ടീച്ചർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. K ജയരാജ് സ്വാഗതം ആശംസിച്ചു. പല കേസുകളിലായി പിടിച്ചെടുത്ത വാഹനങ്ങൾ പഴയങ്ങാടി സ്റ്റേഷനിൽ നിന്നും ലേലം ചെയ്ത് മാറ്റി തുടങ്ങി. 63 ബൈക്കുകളാണ് ആദ്യഘട്ടത്തിൽ മാറ്റിയത്. വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന തുടങ്ങി. MSTC എന്ന സ്ഥാപനമാണ് ഈ ഓപ്ഷൻ വഴി വാഹനങ്ങൾ ലേലം കൊണ്ടത്. പഴയങ്ങാടി പോലീസ് പിടിച്ചെടുത്ത 63 മോട്ടോർ സൈക്കിൾ 1,69,859 രൂപക്കാണ് ലേലം കൊണ്ടത്. ലേലത്തിലെടുത്ത വാഹനങ്ങൾ മൈസൂരിലേക്കാണ് കൊണ്ടുപോയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ്. നിലവിൽ കേസുകൾ നടക്കാത്ത വാഹനങ്ങളാണ് ലേലം ചെയ്തു വരുന്നത്. അടുത്ത ദിവസം 5 ഓട്ടോറിക്ഷ, സുമോ എന്നിവയും പഴയങ്ങാടിയിൽ ലേലം ചെയ്യും. ക്രമേണ മുഴുവൻ വാഹനങ്ങളും ലേലം ചെയ്ത് വിൽപ്പന നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. SFI തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാഗിംഗ് ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യാശ്രമം നടത്തിയ പശ്ചാത്തലത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ലഹരിയാവാം ജീവിതത്തോട് എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി ഒരുക്കിയത്. ലഹരിയാവാം ജീവിതത്തോട് എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ശ്രദ്ധേയമായി.
അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇതാ ക്യാമ്പസിനകത്തെ കാലെടുത്തു വെക്കുന്ന ഒരു ജൂനിയർ വിദ്യാർത്ഥി പോലും റാഗിങ്ങിന്റെ പേരിൽ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ള പ്രഖ്യാപനമാണ് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFI തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് റോഷിൽ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് മഹേഷ്, ഷിബിൻ, കാവ്യ, ശ്രീരാഗ്, യദു, അബ്ദുൽ തമ്പാൻ എന്നിവർ സംസാരിച്ചു. റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയ വിദ്യാർത്ഥി ആശിഷ് തമ്പാന്റെ ദുരന്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി ക്രിസ്മസ് മധുരം സെഗ്മെന്റ് കാണാം. കേക്കിന്റെ മാധുര്യത്തിനൊപ്പം അല്പം ചോക്ലേറ്റിന്റെ രുചി കൂടിയായാലോ? കേക്ക് വിപണിയിലെ ശ്രദ്ധേയമായ ചോക്ലേറ്റ് കേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്രിസ്മസ് മധുരത്തിൽ. സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ സന്ദേശം പകർന്ന് ക്രിസ്തുമസ് എത്തുകയായി. ദൈവപുത്രൻ്റെ ജന്മനാളിനായി നാടെങ്ങും ഒരുക്കം ആരംഭിച്ചു. ഇനിയുള്ള രാവുകൾ ആഘോഷങ്ങളുടേതാണ്. ഒപ്പം കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും. ഇങ്ങനെ ലോകത്തിൻ്റെ തന്നെ ഉത്സവമായി ക്രിസ്തുമസ് മാറുമ്പോൾ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം നൽകുകയാണ് ക്രിസ്തുമസ് കേക്കുകൾ. ക്രിസ്മസ് ആഘോഷത്തിന് പൊതുവെ പാശ്ചാത്യ സ്വഭാവമാണെങ്കിലും കേക്കിൻ്റെ കാര്യത്തിൽ ഇത്തരം മാറ്റങ്ങളൊന്നും കാണാനാകില്ല. എന്നാൽ ഇന്ത്യയിലാകട്ടെ കേക്കുകളുടെ ഉത്ഭവം നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ്. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 132 വർഷങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിലെ മമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തുമസ് കേക്ക് പിറവിയെടുക്കുന്നത്. ഈ കഥ വരും അധ്യായങ്ങളിൽ വിശദമായി അറിയാം. ഇക്കുറി പയ്യന്നൂരിലെ കമല ബേക്കറിയും തലശ്ശേരി തനിമയോടെയാണ് കേക്ക് തയ്യാറാക്കുന്നത്. തലശ്ശേരി സ്വദേശി ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേക്ക് നിർമ്മിക്കുന്നത്. കേക്കിൻ്റെ മാധുര്യത്തിനൊപ്പം അല്പം ചോക്ലേറ്റിൻ്റെ രുചി കൂടിയായാലോ? വിപണിയിലെ ശ്രദ്ധേയ ഇനമായ ചോക്ലേറ്റ് കേക്കിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കിനു മുകളിൽ വൈറ്റ് ക്രീം പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ദ്രവരൂപത്തിലുള്ള ചോക്ലേറ്റ് ക്രീം അതിനു മുകളിലേക്ക് പകരുകയാണ്. തുടർന്ന് ബട്ടർ, സ്ട്രോബെറി എന്നിവ ഉപയോഗിച്ച് മനോഹരമായി അലങ്കരിക്കുന്നു. കേക്കിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ബിജുവിൻ്റെ വാക്കുകൾ. പിന്നെ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. ബാക്കി ഫ്രഷ് ക്രീമിൽ തന്നെ റെഡ് വെൽവെറ്റ്, റെയിൻബോ, പിന്നെ ഫ്രൂട്ട് സാൻഡ്വിച്ച്, പിന്നെ ആപ്പിൾ ഫഡ്ജ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചോക്കോവനിൻ്റെ ചോക്ലേറ്റ് പൗഡറാണത്. അത് ചോക്ലേറ്റ് ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ല സാധനമാണത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അത് പിന്നെ ചോക്ലേറ്റ് ബാർ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സാധനമാണ്. രുചിക്കൊപ്പം തന്നെ മനോഹരമായ രീതിയിലുള്ള അലങ്കാരവും കേക്കിനെ ആകർഷകമാക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പൊലിമയേകാൻ സാന്താക്ലോസ് അപ്പൂപ്പവേഷ വിൽപ്പന സജീവമായി. ബംഗാളികൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നഗര ഗ്രാമാന്തരങ്ങളിൽ വിൽപ്പന പൊടിപൊടിക്കുന്നത്. അങ്ങനെ ക്രിസ്മസ് പൊലിപ്പിക്കാനും ബംഗാളികളുടെ സഹായം വേണ്ടി വന്നിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷം അടുത്തെത്തിയതോടെ നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും സാന്താക്ലോസ് അപ്പൂപ്പന്റെ മുഖംമൂടിയും തൊപ്പിയുമായി അന്യസംസ്ഥാനക്കാരെത്തി തുടങ്ങി. ബംഗാളിൽ നിന്നുമാണ് കൂട്ടമായി കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിൽപ്പനക്കായി എത്തിയിരിക്കുന്നത്. തൊപ്പിയും മുഖംമൂടിയും ധരിച്ചും ഗോഷ്ഠി കാണിച്ചുമാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. തൊപ്പിക്ക് 40ഉം മുഖംമൂടിക്ക് 20 രൂപയുമാണ് ഇവർ ഈടാക്കുന്നത്. ബാർഗൻ ചെയ്താൽ വില നന്നേ കുറച്ചും കിട്ടും.
ഇനി കളിയാട്ട വിശേഷങ്ങൾ. പയ്യന്നൂർ ശ്രീ വെള്ളാരങ്ങര ക്ഷേത്രം പെരുങ്കളിയാട്ടം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 95 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് ഒരുങ്ങുന്നത്. ഡിസംബർ 30-ന് മടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിക്കുന്നതോടെ കളിയാട്ടത്തിന് തുടക്കമാകും. 6 മാസക്കാലത്തെ ഒരുക്കങ്ങളുടെ ഫലമായി നടത്തപ്പെടുന്ന പെരുങ്കളിയാട്ടം 2016 ഡിസംബർ 30-31, ജനുവരി 1-2 തീയതികളിലായി വൈവിധ്യമാർന്ന ആഘോഷ ആചാര അനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടും. 25-ലധികം സബ് കമ്മിറ്റികളുടെ അശ്രാന്ത പരിശ്രമവും കൂട്ടായ്മയും പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങുണർത്തിയിരിക്കുകയാണ്. പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായി പുതുതായി പണി കഴിപ്പിച്ച നടപ്പന്തലിന്റെ ഉദ്ഘാടനം ഡിസംബർ 22 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കണ്ണൂർ റേഞ്ച് IG ദിനേന്ദ്ര കശ്യപ് IPS നിർവഹിക്കും. ഡിസംബർ 26 തിങ്കളാഴ്ച 10:30-ന് പ്രധാന ആരാധനാമൂർത്തിയായ വെള്ളാരങ്ങര ഭഗവതിയുടെ കോലധാരിയെ നിശ്ചയിക്കുന്ന വരച്ചുവെക്കൽ ചടങ്ങ് നടക്കും. അന്നേ ദിവസം വൈകിട്ട് വിവിധ കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും പെരുങ്കളിയാട്ട സ്മരണികയായ കിടാവിളക്കിന്റെ പ്രകാശനവും നടക്കും. പ്രശസ്ത നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ സുവനീർ പ്രകാശനം നിർവഹിക്കും. ഡിസംബർ 27 ചൊവ്വാഴ്ച വൈകുന്നേരം 3:30-ന് പെരുമ്പ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര വൈകുന്നേരം 5:30-ഓടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ഡിസംബർ 30 വെള്ളിയാഴ്ച രാവിലെ മാടായി ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിക്കുന്ന ദീപവും തിരിയും വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതോടെ 4 ദിനങ്ങളായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, ഗുളികൻ, കന്നിക്കൊരുമകൻ, ബാലിദൈവം, പുതിയ ഭഗവതി, വെള്ളാരങ്ങര ഭഗവതി തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. പെരുങ്കളിയാട്ടത്തിന്റെ എല്ലാ ദിനരാത്രങ്ങളിലും വ്യത്യസ്തങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 26-ന് വൈകിട്ട് ആധ്യാത്മിക പ്രഭാഷണം, 27-ന് വൈകുന്നേരം 5 മണിക്ക് നാട്ടുപൈതൃകം കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AK നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. TV രാജേഷ് MLA ചടങ്ങിൽ മുഖ്യാതിഥിയാവും. തുടർന്ന് 7 മണിക്ക് പൂരക്കളി, കോൽക്കളി, ജീവനം, സംഗീതശില്പം, സർഗസന്ധ്യ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. 28-ന് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് അക്ഷരശ്ലോകാർച്ചന, പഞ്ചാരിമേളം, തിരുവാതിര, സാംസ്കാരിക സദസ്സ് എന്നിവയും നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം PK ശ്രീമതി ടീച്ചർ MP നിർവഹിക്കും. തുടർന്ന് ഹൃദയരാഗം ഗാനമേളയും അരങ്ങേറും. 29 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് അക്ഷരശ്ലോകം. തുടർന്ന് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നും വിശ്വകർമ്മ ക്ഷേത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എടുത്തുപിടിച്ച് വരവ്. വൈകിട്ട് കവിയരങ്ങ് M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. 1-ാം കളിയാട്ട ദിനമായ 30-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്യസമന്വയവും അരങ്ങേറും. 2-ാം കളിയാട്ടമായ 31-ന് ശനിയാഴ്ച മാനവീയ സൗഹൃദ സദസ്സ് റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. വയനാട് നാട്ടുകൂട്ടം അവതരിപ്പിക്കുന്ന ഗോത്രഗാഥ നാടൻ കലാവതരണവും നടക്കും. 3-ാം കളിയാട്ടമായ ജനുവരി 1 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം O രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്യും. IG സുരേഷ് രാജ് പുരോഹിത് IPS മുഖ്യാതിഥിയാകും. തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറും. 4-ാം കളിയാട്ട ദിനമായ ജനുവരി 2-ന് പുലർച്ചെ 4 മണി മുതൽ കന്നിക്കുരുമകൻ ദൈവം, പുതിയ ഭഗവതി, അങ്കക്കുളങ്ങര ഭഗവതി, കുറത്തിയമ്മ, രക്തചാമുണ്ടി, ബാലിദൈവം എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ബാലിദൈവം ക്ഷേത്രം കോയ്മ അത്തായി തറവാട്ടിലേക്കും പയ്യന്നൂർ പെരുമാളുടെ സന്നിധിയിലേക്കും എഴുന്നള്ളത്ത് നടക്കും. 10 മണിക്ക് കുണ്ടൂർ ചാമുണ്ടി, ഗുളികൻ ദൈവം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ പ്രധാന ആരാധനാമൂർത്തിയായ വെള്ളാരങ്ങര ഭഗവതിയുടെ തിരുമുടി ഉയരും. പെരുങ്കളിയാട്ട ദിവസങ്ങളിൽ 2 നേരവും ഭക്തജനങ്ങൾക്ക് അന്നദാനമൊരുക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമസമ്മേളനത്തിൽ പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KK ശ്രീധരൻ, കൺവീനർ VP സുധാകരൻ, വൈസ് ചെയർമാൻ P രാജീവൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ P കമലാക്ഷൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നാരായണൻ മാസ്റ്റർ, വാർഡ് കൗൺസിലർ പോത്തേര കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ഈസ്റ്റളേരി പഞ്ചായത്തിലെ ടാറിംഗ് പൂർത്തിയാക്കിയ കാവുന്തല കുണ്ടാരം കോളനി റോഡിന്റെ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി അക്കാട്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷനായി. ഉദ്ഘാടനത്തിനെത്തിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് കോളനി നിവാസികളും നാട്ടുകാരും എതിരേറ്റത്. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ തെക്കിൽ സ്വാഗതം ആശംസിച്ചു. മറിയാമ്മ ചാക്കോ, തോമസ് മാത്യു തുടങ്ങി മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പുരോഗമന കലാ സാഹിത്യ സംഘം കടന്നപ്പള്ളി വില്ലേജ് കമ്മിറ്റി ഫിദൽ കാസ്ട്രോ അനുസ്മരണവും അതിജീവനം സിനിമാ സംവിധായകൻ SV സജീവന് അനുമോദനവും സംഘടിപ്പിക്കുന്നു. ഡിസംബർ 21-ന് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് തുമ്പോട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ ജിനേഷ് കുമാർ MM അനുസ്മരണ പ്രഭാഷണം നടത്തും. 6 മണിക്ക് ഫിദൽ കാസ്ട്രോ ഡോക്യുമെന്ററി പ്രകാശനവും നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനതാദൾ യൂത്ത് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കോരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനതാദൾ യു തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. തങ്കേമുക്കിൽ നടന്ന സായാഹ്ന ധർണ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കോരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ആളുകൾ ഈ നോട്ട് പിൻവലിക്കുന്നതിലൂടെ സാധാരണ നിലയിലൂടെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരായിട്ട് ആളുകൾ പല പരിഷ്കാരങ്ങൾ വരുത്താറുണ്ട്. 1977 ഇന്ത്യ ഭരിച്ചിരുന്ന മൊറാർജി ദേശായി അന്ന് നോട്ട് പിൻവലിച്ചിരുന്നു. പി സി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് കുന്നത്ത് സ്വാഗതം ആശംസിച്ചു. വി വി കൃഷ്ണൻ, ഇ വി ഗണേശൻ, ടി വി ബാലകൃഷ്ണൻ, വി വി ഗോവിന്ദൻ, കെ ഭാസ്കരൻ, എസ് പി അബ്ദുൾ റഹ്മാൻ, ടി അജിത, ഗീതാ രമേശൻ, തമ്പാൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഊതിക്കാച്ചിയ പൊന്ന് ഓർമ്മയാകുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം കൂടിയായപ്പോൾ ഊതിക്കാച്ചിയ ആഭരണം നിർമ്മിച്ചിരുന്ന സ്വർണ്ണപ്പണിക്കാർ അപൂർവ കാഴ്ചയായി മാറുന്നു. പൊന്നിന് പൊള്ളുന്ന വില കൂടിയായപ്പോൾ പൊന്നിൽ പണിയെടുത്തിരുന്ന തട്ടാൻ സമൂഹത്തിന് നഷ്ടമായത് തങ്ങളുടെ കുലത്തൊഴിലാണ്. പോയ കാലത്ത് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഊതിക്കാച്ചിയ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന തട്ടാന്മാർ പതിവ് കാഴ്ചയായിരുന്നു. തൊഴിൽ രംഗത്തെ സാധ്യതകൾ കണക്കിലെടുത്ത് മറ്റ് സമൂഹങ്ങളിൽ നിന്നുള്ള യുവാക്കളും ആഭരണ നിർമ്മാണം സ്വായത്തമാക്കി. വിവാഹങ്ങൾക്കും മറ്റും മുൻകൂറായി ഓർഡർ നൽകി ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ഞൊടിയിടയിൽ ഏത് തരത്തിലുള്ള ആഭരണങ്ങളും വാങ്ങാമെന്നായി. ഇതോടെ കൈത്തൊഴിലായിരുന്ന ആഭരണ നിർമ്മാണം പിന്തള്ളപ്പെട്ട് പോയി കഴിഞ്ഞു. മുൻകാലങ്ങളിൽ രാവും പകലും ഉറക്കമൊഴിച്ച് ജോലി ചെയ്തിരുന്ന സ്വർണ്ണപ്പണിക്കാർക്ക് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും ലഭിക്കാനുള്ള ജോലിയല്ല. തൊഴിൽ രംഗം നിർജീവമായതോടെ യുവാക്കൾ ഈ രംഗത്തു നിന്നും കടന്നുപോയി കഴിഞ്ഞു. ഉള്ളവർ തന്നെ മറ്റു തൊഴിൽ തേടി പോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് പ്രശ്നമാണല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ പണിയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോക്കാൻ ഇപ്പോൾ കൂടുതലായിട്ടുണ്ടാകും. പിന്നെ ഒന്നാമത് പണി കിട്ടാനില്ല, പിന്നെ മറ്റുള്ള ഇറക്കുമതി സാധനത്തിൻ്റെ വരവ് അതെല്ലാം കയറുന്നതിനായിട്ട് ഇപ്പോൾ സ്വർണ്ണാഭരണ മേഖലയിൽ വളരെ മോശം അവസ്ഥയാണ്. കുറേ അടുത്തും ബാങ്ക് മേഖലയിൽ പോയി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ മറ്റ് തൊഴിൽ മേഖലകളെക്കാൾ സാരമായ കോട്ടം ഉണ്ടാക്കിയത് ആഭരണ നിർമ്മാണം കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ഒരു വിഭാഗത്തെയാണ്. ഇവരുടെ സംരക്ഷണത്തിനായി സർക്കാരിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോയ കാലത്ത് മാന്യമായ ജീവിതം നയിച്ചിരുന്ന ഈ വിഭാഗം ഇപ്പോൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഒളവറ ഉളിയം കടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന മാരക രോഗമായ കുളമ്പ് രോഗത്തെ തുടർച്ചയായ കുത്തിവയ്പ്പിലൂടെ മാത്രമേ പൂർണ്ണമായും തടഞ്ഞു നിർത്താനാകൂ. പശു, എരുമ, പന്നി എന്നിവയ്ക്കാണ് കുത്തിവയ്പ്പ് നടത്തുന്നത്. ഇതിനായി കാസർഗോഡ് ജില്ലയിൽ എമ്പാടും 100 സ്ക്വാഡുകളാണ് നേതൃത്വം വഹിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ കന്നുകാലികൾക്ക് കുത്തിവയ്പ്പ് നടത്തിക്കൊടുക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. കുത്തിവയ്പ്പിന് വിധേയമാകുന്ന കന്നുകാലികളെ മാത്രമേ മൃഗസംരക്ഷണ വകുപ്പിന്റെ തുടർ പദ്ധതികളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഒളവറ ഉളിയംകടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് ഈ മേഖല കുറെ കൂടി സമ്പുഷ്ടമാക്കാൻ, അങ്ങനെയാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഉൽപ്പാദനം, ഇതിൻ്റെ പശുക്കളെ വളർത്താനുള്ള ചെലവുകളും കാലിത്തീറ്റയുടെ ഭീമമായ വർധനവ് കൂടിക്കൊണ്ടിരിക്കുന്നു. പാലിനനുസരിച്ച് വില കിട്ടുന്നില്ല. അപ്പോൾ ക്ഷീര കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ പ്രതിസന്ധി എങ്ങനെയൊക്കെ ചുരുക്കി നമുക്ക് ഒരു ജീവിതോപാധിയാക്കി ഇതിനെ ഏറ്റവും നല്ല ഒരു കാർഷിക മേഖലയാക്കി ഇത് മാറ്റാനുള്ള വലിയ ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ V ശ്രീനിവാസൻ, ഗോരക്ഷ ജില്ലാ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ PM നാഗരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ രമേശൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ AG സെറീന, പഞ്ചായത്ത് അംഗങ്ങളായ MV അനിത, T ലളിത എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ K ലക്ഷ്മണൻ പദ്ധതി വിശദീകരിച്ചു. ജനുവരി 12 വരെ കുത്തിവയ്പ് തുടരും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. CPM നേതാവ് MV ഉത്തമൻ ചരമവാർഷിക ദിനാചരണ പരിപാടികൾ ചെറുകുന്ന് പൂങ്കാവിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. 10-50 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ എവിടെയെങ്കിലും ഒരു ഗ്രന്ഥാലയം കണ്ടാൽ നിങ്ങൾ ചോദിക്കണം, എനിക്ക് കേരളത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം തരാൻ വേണ്ടി സാധിക്കുമോ?
അങ്ങനെ ചോദിച്ചാൽ ലോകത്തിന്റെ ഏത് ഗ്രന്ഥാലയത്തിലും കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു പുസ്തകം നമ്മുടെ എല്ലാം കൈകളിലേക്ക് എത്തും. CPM നേതാവ് MV ഉത്തമൻ ചരമവാർഷിക ദിനാഘോഷം ചെറുകുന്ന് പൂങ്കാവിൽ നടന്നു. K മോഹനൻ അധ്യക്ഷത വഹിച്ചു. KV നാരായണൻ, KV വിനോദ് എന്നിവർ പ്രസംഗിച്ചു. മാടായി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച കലാപ്രതിഭകളുടെ കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുപുഴ പഞ്ചായത്ത് വനിതാ ലീഗ് കൺവെൻഷൻ കൊല്ലാടയിൽ നടന്നു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്ത് വനിതാ ലീഗ് കൺവെൻഷൻ കൊല്ലാടയിൽ നടന്നു. ഖദീജ മച്ചിയിൽ അധ്യക്ഷത വഹിച്ചു. MK ഇബ്രാഹിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 10-12 വർഷക്കാലം ഈ ശാഖാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യമാണ് പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീത്താൻ്റെ നേതൃത്വത്തിൽ ഈ കൊല്ലാട ശാഖയിൽ ഒരു വനിതാ ലീഗ് കമ്മിറ്റി സ്വരൂപിക്കുകയും ഫാത്തിമ അബൂബക്കർ, റഹ്മത്ത് CH, സുലേഖ, റഫിയ, സുബൈദ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കലാലയത്തിലെ പ്രണയത്തിൽ പോലും ജാതി ചിന്ത കടന്നുവരുന്നുവെന്ന് ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ. സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ക്യാമ്പസ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അനൂപ്. പ്രതിബന്ധങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ അന്താളിച്ചു നിന്നുകൊണ്ടല്ല സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പസ് യൂണിയൻ ചെയർമാൻ ജിതിൻ P അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. പണ്ടൊക്കെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അതിലെന്തെല്ലാം പാടുകളാണ്, എന്തെല്ലാം കടമ്പകളാണ്. ആദ്യം ആ കുട്ടി ഇരിക്കുന്ന ബെഞ്ചിലാണ് നമ്മൾ കോമ്പസ് കൊണ്ട് എഴുതിയിടുക I love you എന്ന്. പിന്നെ സൈക്കിളി ഔട്ടായി, വീട്ടിൽ പോലായി, കാണലായി, പിന്നെ അതിന്റെ സൈഡിൽ മാറി നിൽക്കലായി, അങ്ങനെയൊക്കെ എന്തെല്ലാം പറഞ്ഞ് ഒരു വിധത്തിലാണ് നമ്മൾ പ്രണയം ഒന്ന് അറിയിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു വർഷം കഴിയും. ആർക്കും സംഘടിക്കാം എന്ന നാട്ടിലാണ് വിദ്യാർത്ഥികൾ സംഘടിക്കരുതെന്ന വാദവുമായി കോടതി എത്തുന്നത്. എന്നാൽ അതേ കോടതിയാണ് ദേശീയഗാനം പാടുമ്പോൾ നമ്മളെ എഴുന്നേറ്റ് നിൽക്കാൻ നിർബന്ധിക്കുന്നത്. ഇത്രയും കാലം ആരുടെയും പ്രേരണ കൂടാതെ ചെയ്തൊരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതിനോടുള്ള മനോഭാവം മാറുകയാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കലാലയ പ്രണയത്തിൽ പോലും ജാതിയും മതവും സ്വാധീനം ചെലുത്തുന്നു. ഇത് തികച്ചും വേദനാജനകമായ കാര്യമാണ്. പ്രണയത്തിന് സാധ്യതകളില്ലാതിരുന്ന കാലത്ത് വിപ്ലവകരമായ പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കലാലയങ്ങൾ ഇന്ന് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് പോലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രണയത്തെ പോലും വേർതിരിക്കുകയാണെന്നും അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ MT നാരായണൻ, ഡോക്ടർ സജിനീഷ് VP, N കലേഷ്, ഡെനീഷ് സേവ്യർ, അമൃത, ഡോക്ടർ PI ദേവരാജ് എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഫൈക്ക ഇൻഡോർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ഒരുക്കിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഇതിനേക്കാൾ പരിഗണന വേണ്ടുന്നവരാണ്. അങ്ങനെ പരിഗണന നൽകുകയും പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരുടെ ശിക്ഷണത്തിലൂടെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുകയുമാണ് വേണ്ടത്. ഇതിനായി രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. റിട്ടയർഡ് AEO KV രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദൈവം തന്നെ സൃഷ്ടിക്കുന്നത് അപൂർണതയോട് കൂടിയാണെന്ന് പറയും. ചന്ദ്രനിലെ കളങ്കവും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഇവരെയും പൊതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരുകളുടെ ബാധ്യതയായി കണക്കാക്കുന്നതെന്നാണ്. ഏറ്റവും ദുർബലനെ എങ്ങനെ കാണുന്നു? K കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. TM അമീർ, A ശോഭ, KV സുനിത, NV ദീപ, നൌഷാദ് വെള്ളൂർ എന്നിവർ സംസാരിച്ചു. TM നൌഷാദ് ക്ലാസ് എടുത്തു. MRCH പയ്യന്നൂർ, ഇബ്നു സീനു ഉടുമ്പന്തല, സ്നേഹതീരം ചീമേനി എന്നീ സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സീനിയർ സിറ്റിസൺ ഫോറം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 20-21 തീയതികളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കണ്ണൂർ ജില്ലാ സമ്മേളനം 2017 ഫെബ്രുവരി മാസത്തിൽ നടക്കും.
ഫെബ്രുവരി 20 പൊതുസമ്മേളനം പയ്യന്നൂരിലും 21 പ്രതിനിധി സമ്മേളനം പിലാത്രയിലും നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പിലാത്ര സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സീനിയർ സിറ്റിസൺ എന്ന് നാം പറയുന്ന വയോവിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പരസ്പരം പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളാൽ ആകുന്ന വിധത്തിൽ ഞങ്ങളുടെ കയ്യിലുള്ള അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പരസ്പരം നമുക്ക് ആ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം. എന്നാൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ പ്രശ്നമായി വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. അഗസ്റ്റിൻ, TVG മാരാർ, ഗോപിനാഥ്, ജില്ലാ പ്രസിഡന്റ് MB ഭട്ടതിരിപ്പാട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചെയർമാനായി സി സത്യപാലനെയും ജനറൽ കൺവീനറായി TVG മാരാരെയും തിരഞ്ഞെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മാടായി കൃഷിഭവനുമായി സഹകരിച്ച് നടത്തുന്ന സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയുടെ പച്ചക്കറി തൈ വിതരണം മാടായി പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ട് ഒട്ടേറെ തരിശ് സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്ലസ്റ്റർ മുഖാന്തരവും അതുപോലെ തന്നെ കുടുംബശ്രീ മുഖാന്തരവും ഒക്കെ കൃഷി നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും എല്ലാ വീടുകളിലും പച്ചക്കറിത്തോട്ടം, അടുക്കള പച്ചക്കറി തോട്ടത്തിനും പദ്ധതികൾ രൂപം കൊടുത്തിട്ടുണ്ട്. അതും ഏകദേശം ഈ അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യും. മാടായി ഗ്രാമപഞ്ചായത്തിലെ ഇടത്തിൽ ക്ലസ്റ്റർ, വടക്കേച്ചാൽ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. 12.5 ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ T വിനോദ് കുമാർ, സുരേഷ്, M പവിത്രൻ, PP വനജ, നടുമുറ്റത്ത് ചിണ്ടൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നോട്ട് പിൻവലിക്കലിനെ തുടർന്ന് ചില്ലറക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ചെറുകിട ഇടത്തരം വ്യാപാരികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് മെർച്ചന്റ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ സ്നേഹക്കൂടാരം ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ഡിസംബർ 24 വൈകിട്ട് 3 മണിക്ക് നടക്കും. കേരള റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ താക്കോൽദാനം നിർവഹിക്കും. വർഷങ്ങളായി പൂർത്തിയാക്കാൻ സാധിക്കാത്ത IAY പദ്ധതിയിലെ 29 വീടുകളിൽ ഏറ്റവും ദരിദ്രരായ 6 ഗുണഭോക്താക്കളുടെ വീടുകളാണ് സ്വപ്നക്കൂടാരം പദ്ധതിയിലൂടെ തൃക്കരിപ്പൂർ റോട്ടറി ലക്ഷ്യം വയ്ക്കുന്നത്. ഉദാരമതികളായ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. സ്വപ്നഭവനങ്ങൾക്കും ആർഭാട കല്യാണങ്ങൾക്കും വിവിധ ആഘോഷങ്ങൾക്കും ലക്ഷങ്ങൾ ചിലവിടുമ്പോൾ തലചായ്ക്കാൻ ഒരിടമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ദരിദ്രരും ദുർബലരുമായ സമൂഹത്തിലെ മനുഷ്യരെ മറക്കരുത് എന്ന സന്ദേശമാണ് ഈ പദ്ധതിയിലൂടെ റോട്ടറി ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച 3 വീടുകളുടെ താക്കോലുകൾ കൈമാറും. ഉദ്ഘാടനവും താക്കോൽദാനവും കേരള റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കും. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിക്കും. PP രഘുനാഥ് ഗുണഭോക്താക്കളെ പരിചയപ്പെടുത്തും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, PV പത്മജ, AG സെറീന, VG നയനാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് റോട്ടറി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി KV ഗണേഷ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PP രഘുനാഥൻ, K പ്രഭാകരൻ, TV രവി, ഡോക്ടർ ശ്രീകുമാർ, സഞ്ചാരി ബാബു, K രവി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മാടായിപ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയും SKSSFും സംയുക്തമായി നബിദിന റാലി സംഘടിപ്പിച്ചു. പഴയങ്ങാടിൽ നിന്നും ആരംഭിച്ച റാലി മാടായി പള്ളി പരിസരത്ത് സമാപിച്ചു. ലോകത്തിന്റെ വഴികാട്ടിയാണ്, ലോകത്തിന്റെ ഗുരുനാഥനാണ് പ്രവാചകൻ. വിമോഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് ശങ്കരയും പാന്തടിയും മണിനാഥവും ഒന്നിച്ചു മുഴക്കപ്പെടുന്ന ചന്ദ്രപ്പൊട്ട് തൊടുന്ന ചന്ദ്രനും നമസ്കാര ക്യാമ്പിന്റെ നാശനം പുരുഷന്മാർ.
ദഫ്മുട്ട്, കോൽക്കളി തുടങ്ങി വിവിധ നാടൻ കലാരൂപങ്ങളുടെ പ്രദർശനത്തോടെയാണ് റാലി നടന്നത്. നിരവധി പേരാണ് റാലിയിൽ അണിനിരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പറവൂർ മണികണ്ഠപുരം ധർമ്മശാസ്താ ക്ഷേത്രം ഉത്സവത്തിന് ഡിസംബർ 21 തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് കലവറ ഘോഷയാത്ര നടത്തും. 27 ഉത്സവം സമാപിക്കുക. 22 രാവിലെ 7:30 തന്ത്രി നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പറവൂർ മണികണ്ഠപുരം ഉത്സവത്തിന് കൊടിയേറും. തുടർന്ന് കടന്നപ്പള്ളി ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. രാത്രി 8:30 സംഗീതാർച്ചനയും നടക്കും. 23 രാത്രി 8:30 അഗ്നിപുത്രി നൃത്താവിഷ്കാരം. 24 രാത്രി 8:30 ശ്രീ അയ്യപ്പൻ വിൽക്കലാമേള. 25 രാത്രി 8:30 കലാപരിപാടികൾ. 26 സംഗീതനിശ എന്നിവ അരങ്ങേറും. 26 രാത്രി 8:30 സംഗീതനിശയും 27 രാവിലെ മുതൽ ഉത്സവ ആറാട്ടും മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ വെള്ളാട്ടവും കെട്ടിയാടുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. PR സുകുമാരൻ നായർ, NG സുനിൽ പ്രകാശ്, S ശരത് രാജ്, KM മനോജ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. വരല്ലേ ഇതുവഴിയെ എന്ന എക്സൈസ് വകുപ്പ് അവതരിപ്പിച്ചു വരുന്ന ബോധവൽക്കരണ നാടകം 1500 വേദികൾ പിന്നിടുന്നു. അടുത്തില സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നാടക അവതരണം സംഘടിപ്പിച്ചു. പണ്ടൊക്കെ ഒരു കുട്ടി പറഞ്ഞ എല്ലാവർക്കും പെരുത്ത് സന്തോഷം. ഇന്ന് ആഘോഷമല്ലേ, ആഘോഷം. അങ്ങനെ നിലവിലുള്ള ആഘോഷം കൊണ്ട എന്റെ പുന്നാര മോൻ സൈത്താനെ കൊണ്ടുള്ള ആഘോഷം, കുപ്പി കൊണ്ടുള്ള ആഘോഷം. നീ ഇപ്പോൾ ഒരു സ്വപ്നലോകത്തിലാണ്. സ്വപ്നലോകത്തിലാണ്. അതെ, ഞാനിപ്പോ ഒരു സ്വപ്നലോകത്തിലാണ്. എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ തങ്ങളുടെ ജോലി കഴിഞ്ഞുള്ള സമയമാണ് ബോധവൽക്കരണ നാടകത്തിന് സമയം കണ്ടെത്തുന്നത്. മദ്യവർജനം മാനവനന്മയ്ക്ക് എന്ന മഹത്തായ സന്ദേശമാണ് നാടകം മുന്നോട്ട് വെക്കുന്നത്. പ്രകാശൻ ചെങ്ങൽ, പ്രകാശൻ വാടിക്കൽ എന്നിവരാണ് നാടക സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. MV ഇബ്രാഹിം, പ്രഭുനാഥ് PC ചെറുകുന്ന, ഉത്തമൻ K, NT ധ്രുവൻ, നസീർ T, സുലൈമാൻ PV, ദിലീപ് CK, ഷാജി PV, വിമൽ VP എന്നിവരാണ് നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ. സ്കൂളുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള പൊതുവിദ്യാ കേന്ദ്രങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഈ സ്ഥലങ്ങളിലെല്ലാം ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോടോത്ത് കൊടക്കൽ തറവാട് നരമ്പിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഡിസംബർ 21, 22 തീയതികളിൽ നടക്കും. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ റാഗിംഗ് വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. ഈ റാഗിങ്ങിന് മുതിരുന്ന കുട്ടികൾക്ക് കർശനമായ ശിക്ഷ കൊടുക്കണം എന്നല്ല അഭിപ്രായക്കാരനാണ് ഞാൻ. നിരപരാധികളായ ചെറിയ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൂരം കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ടെൻഷനാണ്. അവൻ ലീവിന് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകില്ല. ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഇതിനിടെ അവിനാശ് എന്ന ഒരു കുട്ടി ഭയങ്കര പീഡനത്തിന് ഇരയായി ഇപ്പോൾ വൃക്ക തകരാറായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഭരണകൂടം ഇതിനെതിരെ കർശന നിലപാടെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം അരാജക പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പെരുകി വരികയാണ്. ലഹരി, റാഗിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഇത് രണ്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ സാമൂഹ്യബോധത്തിൻ്റെ സർഗാത്മകതയൊക്കെ കെടുത്തുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ സമീപകാലത്ത് ഉയർന്ന പ്രശ്നങ്ങൾ, ആശിഷ് തമ്പാൻ്റെയും നാട്ടകം പോളി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ബാക്കിയാക്കുന്ന ചോദ്യങ്ങൾ തന്നെ വിദ്യാർത്ഥികളുടെ മാനവികതയുടെ, സർഗാത്മകതയെ, ജനാധിപത്യബോധത്തെ, അക്കാദമികത്തെ എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗമാണ്. ഇതിനായിട്ടുള്ള വലിയ പ്രതിരോധം തന്നെയാണ് SFI ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു സംഘം വിദ്യാർത്ഥി സംഘടന കൂടി കൂട്ടി നിൽക്കണം നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല മാനേജ്മെൻറ്റ് ഇതിനെതിരെ ഭീമമായ
പിഴ കൂടി ചുമത്തിയിട്ട് ആ വിദ്യാർത്ഥികളെ റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കി വേണം. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി തന്നെ വേണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം വേണ്ടത്. അതുപോലെ ഭാവിയിൽ ഇതിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും മന്ത്രിസഭ തന്നെ തീരുമാനിച്ചിട്ട് എടുക്കേണ്ടതാണ്. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം റാഗിങ്ങുമായി ബന്ധപ്പെട്ട കർശനമായ നിയമങ്ങൾ അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ നടപ്പാക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. എങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് റാഗിങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപഴകൽ കുറഞ്ഞു വരുന്ന ഒരു അരാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതുകൂടി ഈ റാഗിങ്ങിന് വളം വെക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ രക്ഷിതാക്കളും കൂടെ ഇതിൽ ഇടപെട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചല്ല 90% ഇതില്ലാണ്ടാക്കേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി പറഞ്ഞാൽ ഇത് ശരിക്കില്ല ഒരു മനുഷ്യത്വരഹിതമായ ഒരു ഇതാണ്. അതുകൊണ്ട് ഈ റാഗിങ് എന്ന് പറയുന്ന സംഭവം തീരെ അത് ഇല്ലാതിരിക്കാണ്ട് ഒരുപാട് രക്ഷിതാക്കളടക്കം ഇടപെട്ട് ചെയ്യാം. റാഗിങ് എത്ര നിരോധിക്കണമെന്ന് സംഘടനകൾക്ക് പറഞ്ഞാലും അതെത്ര പ്രാബല്യത്തിൽ അത് വരുന്നില്ല. നമ്മൾ കണ്ണൂർ ജില്ലയിൽ കുറവാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ആ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയാൽ സമൂഹം അവരൊരു വല്ലാത്ത രീതിയിലാണ് കാണുന്നത്. പോരാതെ കുട്ടികൾക്ക് വീണ്ടും ആ കോളേജിൽ പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളടുത്തുള്ള സ്കൂളുകളും ക്യാമ്പസുകളിലും നോക്കിയാൽ റാഗിങ് പരമാവധി കുറഞ്ഞിരിക്കുന്നതായി കാണാം. പക്ഷേ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ റാഗിങ് പോലുള്ള കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. ഒരുപാട് കുട്ടികൾ അതിൻ്റെ പേരിൽ സ്വന്തം വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതൊക്കെ നിർത്തലാക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂർ സമരം 70-ാം വാർഷികാചരണത്തിന് സമാപന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം TD രാമകൃഷ്ണൻ സമർപ്പിച്ചു. കേസരി നായനാർ കാലത്തിന് മുൻപേ നടന്ന സാഹിത്യകാരനെന്ന സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം. SFIയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ റാഗിംഗ് വിരുദ്ധ കൂട്ടായ്മ. കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളെ പട്ടിണിക്കിടുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ FCIയിലേക്ക് മാർച്ചും ധർണയും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പൊലിമയേകാൻ അപ്പൂപ്പൻ വേഷങ്ങൾ സജീവമായി. ന്യൂസ് അവർ പൂർത്തിയാവുന്നു. നമസ്കാരം.